എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ ഇതുവരെയും കയറുന്നത് സംസാരിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതിങ്ങനെ ഒരു വുമൻസ് ഡേയിൽ തന്നെ ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. ഞാൻ 2013 ALP ആയിട്ട് കയറുന്നതെന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈറോഡാണ് കയറിയത്, സേലം ഡിവിഷനിൽ ഈറോഡ് ഡിപ്പോയിൽ. എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാത്തിനും പിറകിലോട്ട് നിൽക്കുന്ന ഒരു ലേഡിയായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു, ഒന്നിനും മുമ്പോട്ട് വരില്ല, അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെത്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും നന്നായിട്ട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒരു വെൽ ക്വാളിഫൈഡോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല ഞാൻ വന്നത്. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു, ഒരു ഗവൺമെൻറ് ജോലി എനിക്കത് സ്വന്തമാക്കണം. കാര്യം ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പം അച്ഛനും അമ്മയും വളർത്തിയ കഷ്ടപ്പാട് കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ കൊണ്ട് പറ്റുന്നത് ഒരു ജോലി അവർക്ക് നേടി, അത്ര ഒരു ഗവൺമെൻറ് ജോലി. ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. എക്സാം എഴുതി കിട്ടി. ഈ ഫീൽഡിൽ വന്നപ്പം സത്യത്തിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണം എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. കാര്യം ജെൻസിനെ പോലെ അല്ല, ലേഡീസിന് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്രയും നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ആ ഈറോഡ് ഞാൻ അപ്പോയിൻമെന്റ് ആയ സമയത്ത് നമ്മൾ ഇവിടെ എറണാകുളം കിട്ടുന്ന ഒരു ഫെസിലിറ്റി ഒന്നും അല്ല നമുക്ക് ഈറോഡ് കിട്ടുന്നതെന്ന് പറയുന്നത്. ഈറോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും 16-17 മണിക്കൂർ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന എത്തിമാരെന്ന് പറയുന്നത് ചിലപ്പം മലയാളീസ് ഒന്നും ആയിരിക്കില്ല, വേറെ നാട്ടിലുള്ളവരൊക്കെ ആയിരിക്കും. അപ്പൊ അതിൽ പലരും OT-ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എൽപിമാരും അവിടെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്കൊന്ന് റെസ്ക്ലൈം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ടോയ്ലറ്റിൽ പോകണം, നമ്മൾ പീരീഡിന്റെ ടൈം ആയിരിക്കും, പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ കൂടെയുള്ള എൽപിമാര് തയ്യാറാവാത്തതിന്റെ പേരിൽ 16-17 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും തരണം ചെയ്ത് ഞാൻ ഈ എറണാകുളം വന്നപ്പം എനിക്ക് കുറച്ച് നല്ല ഫ്രീ എന്ന് പറയുന്ന ഒരിത് സത്യം പറഞ്ഞാൽ അവിടെയായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് 10-11 മണിക്കൂറിൽ റിലീഫ് എന്ന് പറയുന്ന കാര്യം ചോദിച്ചിരിക്കും. പക്ഷെ അവിടെ അങ്ങനെ ഒരു സാഹചര്യം അല്ലായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ അവിടെ നിന്ന് വന്നത് കൊണ്ടായിരിക്കും കുറച്ചും കൂടെ ഫ്രീ ആണ്. നമ്മുടെ TBC ഡിവിഷനിലുള്ളവര് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ALRSC എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അവിടെയും ഞാൻ ALRSC തന്നെയായിരുന്നു. പക്ഷെ അവിടെ ALRSC എന്ന് പറയുന്നതിന് നേതൃത്വം കൊടുത്തത് VRP സാറായിരുന്നു. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ അത്രയും ഒരു സ്ട്രോങ് അല്ല അവിടെ ആണ്. VRP സാർ മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വരുമ്പോൾ മലയാളീസിന്റെ ഇടയിൽ വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, കുറച്ചും കൂടെ എല്ലാത്തിനും ലേഡീസിന് സപ്പോർട്ട്. കാര്യം ഞാൻ വരുന്ന സമയത്ത് അവിടെ ലേഡീസ് എന്ന് പറഞ്ഞാൽ ആകെ 3 ലേഡീസ് ഉണ്ട് ഈറോഡ്. ഈ 3 ലേഡീസ് ഓപ്പണിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം 3 പേര് ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. അപ്പൊ എന്റെ കൂടെ ഞാനും വേറെ 2 ലേഡീസ്, ഞങ്ങൾ 3 ലേഡീസാണ് വരുന്നത്. അപ്പൊ എന്റെ ഒരു ക്യാരക്ടർ വെച്ച് ഇതെല്ലാം ട്രെയിനിങ് സമയത്ത് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കണ്ടപ്പം ഓഫീസ് ഡ്യൂട്ടി ആയാലും മതി, ഈ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്റെ കുട്ടികളുണ്ട് കൂടെ എന്നൊക്കെ ഒരു ചിന്താഗതിയിൽ ഇരുന്ന സമയത്ത് പക്ഷെ ഞാൻ എന്തായാലും റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി ഓപ്പൺ ലൈനിൽ വർക്ക് ചെയ്ത് ഇത്രയും വർഷം ഓപ്പൺ ലൈനിൽ തന്നെ ഓഫീസ് ഡ്യൂട്ടി എടുത്തിട്ടില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ പറയണം. നമ്മൾ ആ പോകുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ അച്ഛനും അമ്മയും വരേണ്ടി വന്നു. കാര്യം എനിക്ക് 2 കുട്ടികളുണ്ട് ആ സമയത്ത്. എന്റെ മോന് 4 വയസ്സ്, മോക്ക് 2 വയസ്സ്, 2.5 വയസ്സ്, 4-യും 2.5-യും വയസ്സ്. അവരെ അവിടെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്ത് ആ ടൈമിൽ ഞാൻ ഗുഡ്സ് പീരീഡിലാണ്. ചെല്ലുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ 3 ദിവസമൊക്കെ ആവും. എന്റെ അമ്മയാണ് നോക്കുന്നത് മക്കള്. അവര് നമുക്ക് വേണ്ടി എത്ര പേര് സാക്രിഫൈസ് ചെയ്തെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ അച്ഛനും അമ്മയും സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് വീട് കൂട്ടിയിട്ട് അവിടെ വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്ന് എന്റെ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഹിന്ദിക്കാര്, ആന്ധ്രക്കാര്, തമിഴുകാര്, സംസാരിക്കാൻ അവർക്ക് ഒരാളില്ല. അച്ഛനും അമ്മയും വീട്ടിനകത്തിരിക്കാനേ പറ്റത്തുള്ളൂ. അവർക്ക് ഭാഷ ഈ പ്രായത്തിൽ നമുക്ക് അവരെ ഭാഷ പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി എന്റെ ഹസ്ബൻഡ് വീക്കിലി 2 വീക്സ് കൂടുമ്പോൾ വരുന്നു. എന്റെ മക്കളെ കാണാൻ അവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കുന്നു, വരുന്നു. കാരണം ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് പിന്നീട് ട്രാൻസ്ഫർ കിട്ടി
ഇവിടെ വരുന്നത് പറയുന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോഴും പൂർണ്ണമായിട്ട് എല്ലാം ശരിയായെന്നല്ല, പക്ഷെ ഈറോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേയൊക്കെ തമ്മിൽ ഭേദമെന്ന് പറയുന്നത് കുറേയൊക്കെ ഭേദമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഈ പോകുന്ന വഴി ഇപ്പൊ എല്ലായിടത്തും തുല്യത ഉണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഓപ്പൺലി നമ്മൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസായി എന്റെ കൂടെ ഷെയർ പൂർണ്ണമായിട്ട് ഒരു തുല്യത ഇതുവരെയും കിട്ടിയിട്ടില്ല. നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഓപ്പൺലൈൻ. ഇപ്പൊ തന്നെ ഞാൻ CCL എടുത്ത് ഞാൻ നാട്ടിൽ നിൽക്കുക. ഇത് നമ്മുടെ ഗവൺമെന്റ് അറിഞ്ഞ് നമുക്ക് തരുന്ന ഒരു സംഭവമാണ്. കുട്ടികളെ നോക്കാൻ വേണ്ടി ചൈൽഡ് കെയർ ലീവ്, അതൊരു അമ്മയുടെ അവകാശമാണ്. പലപ്പോഴും എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ CCL എടുത്ത് വീട്ടിൽ പോയി ജോലി അടിച്ച് നടക്കൂലേ, നിങ്ങൾ ടൂറ് പോകുമല്ലേ. സത്യത്തിൽ ഈ CCL എടുത്ത് നമ്മൾ 1 മാസം അല്ലെങ്കിൽ ഒരു 15 ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ 1 വർഷം 2 വർഷം ജോലി ചെയ്ത് അത്രയേറെ പണികൾ നമുക്ക് വീട്ടിലുണ്ടാവും തീർക്കാൻ. റെസ്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഉണ്ടാവൂല. അതാണ് സത്യം പറഞ്ഞത്. CCL എടുത്ത് വീട്ടിൽ എന്ന് പറഞ്ഞ് നമ്മളാരും സൂഹിക്കുമല്ലോ. ആ സമയത്ത് അത്രത്തോളം പണികൾ നമ്മളുണ്ടാവും. പിന്നെ ഈ ജോലി കഴിഞ്ഞ് എല്ലാവർക്കും ചിലപ്പോൾ വീട്ടിൽ അമ്മയച്ഛൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ സാക്രിഫൈസ് ചെയ്യുന്നു. നമ്മളെ മക്കൾ അവർ എന്തോരം നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നറിയോ. എന്റെ മക്കളൊക്കെ ഒരുപാട് സഹിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. ആ തമിഴ് സ്കൂളിലൊക്കെ വന്ന് ചേർന്നിട്ട് തമിഴ് എന്നോട് എന്റെ പൊന്നുമോൾ കരഞ്ഞിട്ടുണ്ട് നിന്ന്. അത് പഠിച്ചെടുക്കാൻ അവൾക്ക് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ വരെ കടന്നു പോയിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്ന് അവർ സെറ്റ് ആയെങ്കിലും ഇന്നും ഞാൻ ഇറങ്ങി വരുമ്പോ അവള് ചോദിക്കും ഫസ്റ്റ് അമ്മ എപ്പം തിരിച്ചു വരും. അവളിപ്പോ 9ാം ക്ലാസ് ഇനി 10ാം ക്ലാസ്സിലാണ്. പക്ഷെ അവരുടെ ഉള്ളില് അപ്പോഴും അവള് ചോദിക്കുന്ന ചോദ്യമാണ് അമ്മ എപ്പോഴാണ് തിരിച്ചു വരുന്നത്. അത് പറയാൻ പറ്റത്തില്ല മക്കളെ. പോയിട്ട് വന്നിട്ട് അമ്മ ഇനി വരും എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അവര് സെറ്റ് ആയെങ്കിലും അവര് നമ്മുടെ ആ ഒരു സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു അമ്മയാണ്, നമ്മളൊരു ലോകോപരിയാണ്, അതിനപ്പുറം നമ്മുടെ ഫാമിലിയിൽ ഒരു വൈഫാണ്, ഒരു അമ്മയാണ്, ഒരു മകളാണ്. ഇതെല്ലാം ഈ കർത്തവ്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് റെയിൽവേ എന്ന് പറയുന്നത് മാത്രമല്ല മുഖ്യം, അതും വേണം. അതോടൊപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ലേഡിയും കൂടെ ആവണം. അതെല്ലാം നമ്മുടെ ഒരു ലേഡിയുടെ ഉള്ളിലെ ആഗ്രഹങ്ങളാണ് അതൊക്കെ എന്ന് പറയുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് ജോലി മാത്രമൊന്നും ഒരു ലേഡിയും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് സമയങ്ങളിൽ എന്റെ മക്കളെ കൂടെ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് അച്ഛനൊരു താങ്ങ് ഇതൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു CCL 18 വയസ്സ് വരെ 18 വയസ്സ് വരെ അത് എടുക്കുന്നത്. അത് പക്ഷെ അതുവരെ നമ്മൾ വേറൊരു രീതിയിൽ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളത് ജോലിയായിട്ട് നടക്കാൻ വേണ്ടി ഒരിക്കൽ പോലും അതിനു വേണ്ടി ആയിരിക്കില്ല അത് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ജോലി കിട്ടി പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ട്. പക്ഷെ ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് തരും. ഈ പറയുന്ന ടോയ്ലറ്റ്, അത് ഹൈജീനിക്കല്ല. നമുക്ക് പലപ്പോഴും ടോയ്ലറ്റിൽ പോകാൻ കഴിയില്ല. അങ്ങനെ പല ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള നമുക്ക് വേണ്ടുന്ന അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്ന് ഈ ജോലി തരുമാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയം നമുക്ക് കുറെ കൂടിയൊക്കെ അല്ലേ ഒരു ബെറ്റർ ഇതിൽ പോകാൻ കഴിയും. പൂർണ്ണമായിട്ട് ജെൻസിനൊപ്പം എത്താൻ കഴിയുമെന്ന് പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ മെന്റലി ഞങ്ങൾ കുറെയൊക്കെ സ്ട്രോങ് ആയിരിക്കാം, പക്ഷെ ഫിസിക്കലി ഒരിക്കലും ഞങ്ങൾ ജെൻസിന്റെ ഒപ്പം എത്താൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. അത് ഞങ്ങളുടെ അത് മറ്റൊന്നുമല്ല, അത് ഞങ്ങൾക്ക് ജന്മം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ചില കുറവുകളാണ്. അത് നമുക്ക് ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്തിന്റെ ഒരു പോരായ്മയുണ്ട്. ചിലപ്പോൾ മിഡ് സെക്ഷനിൽ എന്തെങ്കിലും ഒരു ഇത് വരുന്ന സമയത്ത് ജെൻസ് ഓടിപ്പോയി അറ്റൻഡ് ചെയ്യുന്നതാണ് ഒരു പക്ഷേ ഒരു ലേഡീസിന് പറ്റണമെന്നില്ല. അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഫിസിക്കൽ സ്ട്രക്ചറിന്റെ ഒരു കുഴപ്പമാണ്. പക്ഷെ മനസ്സുകൊണ്ട് ഒരു പക്ഷെ ആഗ്രഹം കാണുമായിരിക്കും. പിന്നെ പോകുന്ന വഴിയിൽ ഞാൻ നോക്കിയിട്ട് ഒരിക്കലും ഒരു ലേഡി മിഡ് സെക്ഷൻ എന്തെങ്കിലും വന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആ വഴിയിൽ ഒരു ലേഡി അവർക്ക് ഒരിക്കലും തടസ്സമാവില്ല. അവർക്ക് പേടി ഒരു മൃഗത്തെ ഒരു പട്ടിയോ ഒരു പാമ്പിനെയൊക്കെ പേടി പോകുന്ന വഴിയിൽ ആരെങ്കിലും അവരെ ആക്രമിക്കുമോ എന്നുള്ള ആ ഒരു പേടിയുള്ളൂ. അവിടെ അവർക്ക് പേടി മറ്റൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അതൊക്കെ തരണം ചെയ്യുന്ന ഒരു സാഹചര്യം റെയിൽവേ തരുവാണെന്നുണ്ടെങ്കിൽ IT ക്വാളിഫിക്കേഷൻ കയറിയ ഒരു ജോലിയാണ്. പക്ഷെ ഇത്രയും സാലറി കിട്ടുന്ന വേറൊരു ജോലി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. IT ക്വാളിഫിക്കേഷൻ കയറി ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ എന്നാ ചോദിക്കുക അത്രയും റിസ്കിന്റെ ഒരു സാലറി നമുക്ക് കിട്ടുന്നുണ്ടോ? ചില സമയത്തൊക്കെ എനിക്ക് ചില വിഷമങ്ങൾ തോന്നിയിട്ടുണ്ട്. കാര്യം ഗാർഡന്മാരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഗാർഡന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കയറിയിട്ട് ഫസ്റ്റ് അവര് 2004 2004
നമ്മുടെ ഗ്രേഡ് പേയിൽ കയറിയിട്ട് 2 വർഷം അവർ സീനിയർ ഗാർഡ് ആവുന്നു. അവരുടെ ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ എക്സ്പ്രസിൽ പോകുന്ന ഒരു ഗാർഡിന് അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഒരു ഏൽപ്പിക്കോ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. ഈ പറയുന്ന 1 മിനിറ്റ് സ്റ്റോപ്പിങ്ങിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാൻ പറ്റുമോ? അതിനകത്താണെങ്കിൽ കാല് കുത്താനുള്ള ഇടം കാണും. നമ്മൾ ഓടി AC കോച്ചിലോ അല്ലെങ്കിൽ സ്ലീപ്പർ കോച്ചിലോ വരുമ്പോഴത്തേക്ക് എത്ര സമയമാവും? ജെൻസ് പോയിട്ട് വരുന്ന നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുമോ? ലേഡീസിന് കയറി എന്തായാലും വരുമ്പോൾ 5 മിനിറ്റ് ചിലപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കും. അത്രയും സമയം നമുക്ക് ട്രെയിൻ ഡിലേ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള യാതൊരുവിധ ഒരു ഫെസിലിറ്റി റെയിൽവേ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് ഇത്രയും വർഷമായി ലേഡീസിന് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് അതൊന്നും തരുന്നില്ല. നമുക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. മെയിൻ സ്റ്റേഷനിൽ മെയിൻ സ്റ്റോപ്പിംഗ് സ്റ്റേഷനിൽ ആ പ്ലാറ്റ്ഫോം എന്തിൽ നമുക്ക് ഒരു ഫെസിലിറ്റി തന്നെ സുഖമായിട്ട് പോയിട്ട് നമുക്ക് എപ്പോഴും ഒന്നും പോകത്തില്ല. അത്യാവശ്യ സമയങ്ങളിൽ മാത്രം നമ്മൾ പോയിട്ട് നമുക്ക് പോകാൻ കഴിയും. പക്ഷെ റെയിൽവേ അതൊന്നും ചെയ്യില്ല. അങ്ങനെയുള്ള ചില ഫെസിലിറ്റികൾ നമ്മൾ തന്നാല് ഞങ്ങൾ വർക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളെ കൊണ്ട് ഒക്കാവുന്ന രീതിയിൽ നമ്മളുടെ പരിമിതികൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പരിമിതികൾ ഞങ്ങൾക്കും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടെയുള്ള എൽപിമാരൊക്കെ ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അവരുടെ പരമയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് തരുന്നില്ല, അതിൻ്റെ ഉള്ളൂ. അല്ലാതെ നമ്മുടെ എൽപിമാരൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമ്മൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അവർ നിർത്തി തരുന്നുണ്ട്. നിങ്ങൾ പോകണം, അവർ തന്നെ ഇങ്ങോട്ട് നമ്മളോട് പറയാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർത്തണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ നിർത്തി തരാം എന്ന് പറയുന്നവരുണ്ട് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല നല്ല സാഹചര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഫംഗ്ഷനാണ്. ഇത്രയും നാൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വനിതാ ദിനം. അവിടെ ഈറോഡൊക്കെ അപ്പോയിന്റ്മെന്റ് ആയി ഇത്രയും വർഷം ആകുമ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വനിതാ ദിനം അതിനകത്തൊന്ന് പങ്കുകൊള്ളണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അത്രയും ലേഡീസ് ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ ഒരു സാഹചര്യം അവിടെ കിട്ടാത്തത് കൊണ്ടും ഇന്ന് ഇങ്ങനെ ഇത് കിട്ടിയപ്പോൾ എങ്ങനെയായാലും ഞാൻ CCL ആണ് ഈ സമയം ചൈൽഡ് എന്നാലും സാരം ഒരു ദിവസം ഇതിനു വേണ്ടി മെനക്കെട്ട് ഞാൻ വന്നിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. ഇത്രയെങ്കിലും ലേഡീസ് ഇവിടെ കണ്ടതിലും ഇങ്ങനെ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിലും നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുചേർന്ന് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഹാപ്പി.